ഒറ്റവാക്കിൽ ഒതുക്കിയ മനുഷ്യ ജീവിതം ഒരു ട്രാജഡിയാണ്, ഒരു അസംബന്ധ നാടകം. വ്യാസനും കാളിദാസനും എഴുതിയതും മറ്റൊന്നല്ല. ബാല്യത്തിൽ ഉച്ചത്തിൽ മുഴങ്ങുന്ന കരച്ചിൽ കൗമാരത്തിൽ പൊട്ടിത്തെറിച്ചും, യൗവനത്തിൽ അമർത്തി ഒതുക്കിയും, വാർദ്ധക്യത്തിൽ നിശബ്ദ തേങ്ങലായും മാറുന്നു. കുട്ടിക്കാലമൊഴിച്ച് വേറെ ഏത് കാലമുണ്ട് മനുഷ്യന് ഈ ജീവിതത്തിൽ സങ്കടം തരാത്തതായി? വളർച്ചയുടെ നേർച്ചയായി നാം കൊടുത്തു വീട്ടിയത് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളല്ലേ? നാം ഇഷ്ടപ്പെട്ട ജീവിതമാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് എത്ര പേർക്ക് നെഞ്ചിൽ തൊട്ട് പറയാനാവും? മറന്നും പൊറുത്തും വിട്ടുവീഴ്ചകൾ ചെയ്തുമുള്ള ഒരു ഞാണിന്മേൽ കളിയല്ലേ മൊത്തത്തിൽ നമ്മുടെ എല്ലാം ജീവിതം. തെരുവിൽ ഭിക്ഷയാചിക്കുന്നവർക്ക് വേണ്ടത് ഒരു നേരത്തെ അന്നം. മണിമാളികയിലെ മുതലാളിക്ക് മുന്നിൽ നിരത്തി വെച്ചത് തിന്നാൻ പേടി. രോഗങ്ങളുടെ നിര തന്നെയുണ്ട് പേടിക്ക് കാരണമായി. എന്തുകൊണ്ടാണ് ജീവിതം ഇങ്ങനെ ദുഃഖമയമാവുന്നത്? സന്തോഷം വിരുന്നുകാരനും സങ്കടം കൂട്ടുകാരനുമാവുന്നത്. സുഖം നാഴി കൊണ്ടും ദുഃഖം ഇടങ്ങഴി കൊണ്ടും ദൈവം ആക്കുന്നതിന്റെ കാരണം എന്താണ്? ആശകളും മോഹങ്ങളുമാണ് ദുഃഖങ്ങൾക്ക് കാരണമെന്ന് മതങ്ങൾ പഠിപ്പിക്കുന്നു. മനുഷ്യനായാൽ മോഹങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവില്ലേ? അവനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഇതൊക്കെ തന്നെയല്ലേ? ഒന്നും മോഹിക്കരുതെന്ന് പറയുന്നത് ശരിയാണ്, അത് നീതിയാണ്. അതിലേറെ നല്ലത് മരണമല്ലോ. പൂക്കളില്ലാത്ത പൂങ്കാവനം, തിരമാലകളില്ലാത്ത കടൽ, നക്ഷത്രങ്ങളില്ലാത്ത ആകാശം. ഇതെല്ലാം സങ്കല്പിക്കാനാവുമോ നമുക്ക്? അപ്പോൾ പിന്നെ എന്തുണ്ട് പോംവഴി? ജീവിതത്തെ സന്തോഷകരമാക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഇരുട്ടിനെ വെളിച്ചം കൊണ്ടും വെയിലിനെ തണൽ കൊണ്ടും പ്രതിരോധിക്കുന്നതുപോലെ ജീവിതത്തെ നർമ്മം കൊണ്ട് നേരിടുക എന്നതാണ്. മനുഷ്യന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം ചിരിയാണ്. മനുഷ്യന് മാത്രമാണ് ദൈവം ആ സിദ്ധി നൽകിയത്. ചിരിയുടെ പിറവി നർമ്മത്തിൽ നിന്നാണ്. ഉള്ളിൽ നർമ്മബോധമുള്ളവനെ ചിരിക്കാനും ചിരി ആസ്വദിക്കാനും കഴിയുകയുള്ളൂ. ജീവിതം എന്നത് ഒരു വലിയ തമാശയായി കാണാനും അവനെ സാധിക്കുകയുള്ളൂ. ഉള്ളിൽ നർമ്മബോധമുള്ളവന് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഏത് പ്രശ്നങ്ങളെയും നർമ്മത്തോടെ നേരിടുക. അങ്ങനെയുള്ളവർക്ക് ജീവിതം ഒരു തമാശയായി കാണാനും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നർമ്മം എന്ന ആയുധം കൊണ്ട് നേരിടാനും കഴിയുകയുള്ളൂ. ജീവിതം ദുരന്തങ്ങൾ കൊണ്ട് നമ്മെ വെല്ലുവിളിക്കുമ്പോൾ നർമ്മമെന്ന നമ്മുടെ സിദ്ധി കൊണ്ട് അതിനെ നേരിടുക. അങ്ങനെ അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. ജീവിതത്തിലെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റാൻ നർമ്മം എന്ന സിദ്ധി കൊണ്ട് നമുക്ക് സാധിക്കും.